എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ. ഇത് വേറെ കറികളൊന്നും ഇതിനാവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴക്കുന്നത് ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിനുള്ള മസാല ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിയാനൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ സവാള കൂടുതലൊന്ന് വഴറ്റിയൊന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതിയാകും. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തക്കാളിയും ഉള്ളിയൊന്നും കൂടുതൽ കുക്കാവേണ്ട, ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതി. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലൊട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലൊട്ടേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു വലിയൊരു പൊട്ടറ്റോ, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റൊന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയും കൂടി നല്ല മണത്തിലൊന്ന് മിക്സായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മല്ലിയേൻ്റെ ഫ്ലേവർ ഉണ്ടാകും. ഇനി മല്ലിയില കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ നിലയിൽ കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതായത് ഉൾഭാഗത്തോട്ടേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. പലകയിൽ ഒരല്പം പൊടിയൊന്ന് തൂകിയതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തുന്നത് ആ നിലയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക, മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കണം. ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു നിലയിൽ നമുക്കായി കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു പാനിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഒരു ത്രികോണ ചപ്പാത്തി ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ ഒരു ഭാഗം 1-2 മിനിറ്റ് ആകുമ്പോഴേക്കാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അത് 1-2 മിനിറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് ഭാഗവും ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ത്രികോണ സ്റ്റഫ്ഡ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല രുചിയും ടേസ്റ്റാണ്. ഇതിൻ്റെ ഫില്ലിങ് നല്ലൊരു അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.